താരിഫുകൾ കൊണ്ട് വലയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ അതിന് പുല്ലുവിലയെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് താങ്ങാൻ പോലും കഴിയാത്ത ഒരു വാർത്തയാണ് എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യയും ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് പുതിയൊരു വ്യാപാര ഇടനാഴി നിർമ്മിക്കാൻ പോവുകയാണ്, ആരംഭിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന പാശ്ചാത്യ ഉപരോധം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള താരിഫ് ഉണ്ട്. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് താരിഫ് ഇറാനും കൊടുക്കും. ഇറാൻ പണ്ടേ താരിഫ് കൊണ്ട് പൊറുതിമുട്ടി. നമ്മൾ പറയില്ലേ, ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെ അതൊക്കെ അങ്ങ് ശീലമായിക്കോളും എന്ന് പറയുന്നത് പോലെയാണ് ഇറാന്റെ ഒരു കാര്യം. ഇറാന് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് അവിടെ ഒരു പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രാജ്യത്തെയും നിഷ്കരണം തള്ളാനൊന്നും പറ്റില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവരുമായി ചേർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ചേരാത്തവൻ കടക്കട പുറത്ത് എന്ന് മാത്രമേ ഉള്ളൂ നയം. അപ്പൊ അമേരിക്ക അത് ആ താരിഫൊക്കെ കുറച്ചുകൊണ്ട് നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഒരു പാലമിട്ടാൽ ഇങ്ങോട്ടും ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ പോവുക. അപ്പൊ എന്തായാലും ഈ ഒരു ഇടനാഴി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയ്ക്ക് കൂടി നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഈ ഉപരോധങ്ങളെയൊക്കെ അമേരിക്കയുടെ ഉപരോധങ്ങളെയൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ ഒരു ഇടനാഴി വരുന്നത്. ഈ ഇടനാഴി വരുമ്പോൾ അത് മാത്രമല്ല, വ്യോമയാന പദ്ധതികൾ, അതായത് ഏവിയേഷൻ രംഗത്ത് നമ്മൾ പലതരത്തിലുള്ള കുതിപ്പുകൾക്ക് കളമൊരുക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇറാനും ഇന്ത്യയും റഷ്യയും ഒക്കെ തമ്മിൽ യോജിച്ചുകൊണ്ട് പുതിയൊരു തരത്തിൽ ആഗോള വ്യാപാര പാതകളും പുതിയ സാങ്കേതിക സഖ്യങ്ങളുമൊക്കെ ഉണ്ടാക്കുകയാണ്. ആ സഖ്യത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. പോളിസിയുമായി ചേർന്ന് പോകുന്നവരാണെങ്കിൽ നമ്മൾ ഒത്തുപോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഒരാളെ മാത്രം അനുസരിച്ച് ബാക്കി എല്ലാവരും ഓച്ചാനിച്ച് നിന്ന് റാൻ മൂളുന്ന ഒരു പരിപാടിക്ക് നമ്മളെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് വികസനം ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളും സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ റഷ്യക്കുമുണ്ട്. അപ്പൊ റഷ്യക്ക് ഇതിനെ മറികടക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ ആണവ പദ്ധതിയിൽ ഇറാൻ നിയന്ത്രണങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഉക്രൈൻ യുദ്ധം കാരണം റഷ്യയും ഇപ്പോഴും നോട്ടപ്പുള്ളിയാണ്. നോട്ടപ്പുള്ളി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതിന് കെറിവ് തോന്നിയിട്ട് ട്രംപ് അച്ചായൻ നമുക്ക് വേണ്ടിയിട്ട് താരിഫ് പതിച്ചു തന്നിട്ടുള്ളത്. എന്തായാലും പുതിയ ഒരു ആഗോള വ്യാപാര ഭൂപടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ദാസ എന്നാണ്, അതായത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയെ ഈ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയോട് എന്ത് കാര്യത്തിന് അഭിപ്രായം ചോദിക്കും. ഇന്ത്യയുടെ നിലപാടനുസരിച്ച് ലോക സാഹചര്യങ്ങൾ പോലും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് പുതിയൊരു വ്യാപാര ഇടനാഴി ഉണ്ടാക്കുന്നു. അതിലേക്ക് ഇന്ത്യയുടെ സഹകരണം കൂടി ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ ഇതിലൊരു പ്രധാന അംഗമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഗതാഗത ശൃംഖല വരുന്നത്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ് പറയുന്നത്. അതിന്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് INSTC എന്നാണ്. അപ്പോൾ ഈ ഒരു കോറിഡോറിന്റെ ഭാഗമായിട്ട് 162 കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ള ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനും റഷ്യയും തമ്മിൽ കൈകോർക്കുന്നത്. ഇതിന് ഏകദേശം 17,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുമെന്നാണ് പറയുന്നത് ഈ റെയിൽവേ ലിങ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ INSTC ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ ഈ റെയിൽവേ ലൈൻ വരുമ്പോൾ യൂറേഷ്യയിലുടനീളം ഉണ്ടാവുന്ന ഒരു കണക്ടിവിറ്റി, അങ്ങനെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2000 ഇന്ത്യ, ഇറാൻ, റഷ്യ എന്നിവർ ആദ്യമായിട്ട് സങ്കല്പിച്ച, അതായത് ഒരു പദ്ധതി രൂപം കൊടുക്കുകയാണ് INSTCയുടെ. ഈ ഒരു പുതിയ കോറിഡോർ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇറാൻ കാസ്പിയൻ കടൽ വഴി മുംബൈയെ സെയിന്റ് പീറ്റേഴ്സ്ബർഗുമായിട്ട് ബന്ധിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ഇറാൻ കാസ്പിയൻ കടൽ വഴി
മുംബൈനെ സെയിന്റ് പീറ്റേഴ്സ്ബർഗുമായിട്ട് ബന്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള ഈ സൂയസ് കനാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ടിനെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു പുതിയ റെയിൽവേ സെഗ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഗുണകരമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രാ സമയം, ചെലവ്, ഇതൊക്കെയും നമുക്ക് ലാഭകരമായിട്ട് മാറുമെന്നുള്ളതാണ്. ഗതാഗത സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 18 മുതൽ 20 ദിവസം വരെയായിട്ട് കുറയും. ഈ സൂയസ് കനാൽ വഴിയുള്ള ഇടപാടുകൾ വെച്ച് നോക്കുമ്പോൾ 18 മുതൽ 20 ദിവസം വരെ ഇതിൻ്റെ ഒരു ഗതാഗത സമയം കുറയും. മാത്രമല്ല ഷിപ്പിങ്ങിൻ്റെ ചെലവ് വരില്ലേ, ആ ഷിപ്പിംഗ് ചെലവ് എന്ന് പറയുന്നത് 30 മുതൽ 40% വരെയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയൊരു രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം കുറയുന്നതും മാത്രമല്ല ചെലവ് കുറയുകയും ചെയ്യുന്നത് എന്ന് പറയും വലിയൊരു മാർജിനിലുള്ള കുറവ് തന്നെയാണ്. അപ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ഉരുക്ക്, യന്ത്രങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ പ്രതിവർഷം 15 മുതൽ 20 ദശലക്ഷം ടൺ ചരക്ക് ഈ പാത വഴി കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ വലിയൊരു ലൈഫ് ലൈനായിട്ട് ഈ ഒരു വഴി മാറുമെന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന കോറിഡോർ വികസനം എന്ന് പറയുന്നത് നമുക്ക് ലോജിസ്റ്റിക് പരമായിട്ടുള്ള മുന്നേറ്റം, തന്ത്രപരമായിട്ടുള്ള വിജയം കൂടിയാണ്. അതായത് പലതരത്തിൽ നമുക്ക് സമുദ്രപാതകളിൽ പലതരത്തിലുള്ള ചോക്ക് പോയിന്റുകളും പാകിസ്ഥാൻ റൂട്ടുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മധ്യേഷ്യ, റഷ്യ, വടക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വളരെ വേഗത്തിലും സുരക്ഷിതവുമായിട്ടുള്ള ഒരു പാത കൂടിയാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാന്റെ ചബഹാർ തുറമുഖമുണ്ട്. ഇറാനിലുള്ള നമ്മുടെ ചബഹാർ തുറമുഖം, അതിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കോറിഡോറുമായിട്ടുള്ള ലിങ്ക് ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, അതിനപ്പുറവുമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കവാടമായിട്ട് തന്നെ മാറുകയും ചെയ്യും. ഇറാനിലെ ചബഹാറിനെയും ബന്ദർ അബ്ബാസിനെയും 2 പ്രധാന റഷ്യൻ തുറമുഖങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ INSTC എന്ന് പറയുന്ന റെയിൽ കടൽ ശൃംഖല ബന്ധിപ്പിക്കും. ഈ ഒരു പുതിയ കോറിഡോർ ബന്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക്, അതായത് ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ സമുദ്രശക്തിയെ ശക്തിമത്താക്കുന്ന ഒരു കാര്യമായിട്ട് മാറുക കൂടി ചെയ്യും. സുഗമമായിട്ടുള്ള കര വ്യാപാര ഇടനാഴിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഈ പദ്ധതിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് ഇന്ത്യക്ക് പ്രാദേശിക കണക്ടിവിറ്റിയിൽ നിർണായക മുൻതൂക്കമൊക്കെ നൽകുന്നുണ്ട്. താലിബാൻ ഭരണകൂടം വന്നതിന് ശേഷം അതിന് കീഴിലുള്ള INSTCയിൽ ചേരാനായിട്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ താല്പര്യവും കാണിക്കുന്നുണ്ട്. അപ്പോൾ മുന്നേ ഉള്ള ഒരു സർക്കാരിന് ഇത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് വളരെ താല്പര്യപൂർവ്വം തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാകാനായിട്ട് ഈ ഒരു നീക്കം വഴി, ഈ താലിബാന്റെ ഈ ഒരു താല്പര്യം വഴി നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചബഹാറിനെ സഹദാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന റെയിൽവേ എന്ന് പറയുന്നത് ഈ വർഷം അവസാനത്തോടുകൂടി പ്രവർത്തനക്ഷമമാകും എന്നുകൂടിയാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, ഇത് ചൈനയെ സംബന്ധിച്ച് നെഞ്ചെടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന കോറിഡോർ എന്ന് പറയുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, ആ പദ്ധതിക്ക് ഒരു ബദൽ കൂടിയായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിദേശ സമ്പദ് വ്യവസ്ഥകൾ റഷ്യയും ഇറാനെയും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു ഇടനാഴി എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പാശ്ചാത്യ ആധിപത്യമുള്ള ചാനലുകളെയൊക്കെ ആശ്രയിക്കാതെ ഊർജം, വ്യാവസായിക, കാർഷിക വ്യാപാരത്തിനൊക്കെ ഒരു പരമാധികാരമായിട്ടുള്ള പാത വാഗ്ദാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഊർജം, ലോജിസ്റ്റിക്സ്, വൈദഗ്ധ്യം എന്നിവ കൂടി സംയോജിപ്പിക്കുന്നത് വഴി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സന്തുലിതമായ ഒരു ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് നമ്മുടേതായ ഒരു സ്ഥാനം ശക്തിപ്പെടുത്താനും ഇതിൽ കഴിയുകയും ചെയ്യും. നിലവിൽ ലോക വ്യാപാരത്തിന്റെ ഏകദേശം 12% വഹിക്കുന്നുണ്ടെങ്കിലും സമീപ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളും തടസ്സങ്ങളുമൊക്കെ ഇരയായി തുടരുകയാണ് ഈ സൂയസ് കനാൽ വഴിയുള്ള പാത എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൃത്യമായൊരു ബദൽ മാർഗം തന്നെയായിട്ട് ഈ ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി മാറുമെന്ന് ഉറപ്പാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.